ഞാൻ പ്ലേറ്റുമായി എഴുന്നേറ്റതും പെട്ടെന്ന് അയാൾ എന്റെ കയ്യിൽ കയറി പിടിച്ചു. പോകല്ലേ സിമ്രാൻ, എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട്. ഞെട്ടി നിൽക്കുന്ന എന്നോടായി അയാൾ പറഞ്ഞു. അയാളുടെ കരങ്ങളുടെ ചൂട് അപ്പോഴും എന്റെ കയ്യിൽ പതിഞ്ഞിരുന്നു. ഞാനത് വെപ്രാളത്തിൽ അഴിച്ചുമാറ്റാൻ ശ്രമിച്ചതും ശ്രീദേവ് പിടിവിട്ടു. ശ്രീദേവ്, എന്തായി കാണിക്കുന്നത്? പറയാനുണ്ടെങ്കിൽ വായ കൊണ്ട് പറഞ്ഞാ പോരെ, കൈ കയറി പിടിക്കണോ? ഞാൻ കൈ തിരുമ്മിക്കൊണ്ട് ചോദിച്ചു. എന്തുപറ്റി? വേദനിച്ചോ? മറുപടിയായി ആദ്യോടെ അയാൾ ചോദിച്ചതും ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ ദേഷ്യപ്പെട്ടിട്ടും ഒരു കുലുക്കോ ഇല്ലല്ലോ ഇതിന്. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇവിടെ ഇരിക്കടോ പ്ലീസ്, ശ്രീദേവ് നിർബന്ധിച്ചപ്പോൾ ഞാൻ ഒപ്പിരുന്നു. തനിക്ക് കല്യാണത്തിന് താല്പര്യം ഇല്ലായിരുന്നോ സിമ്രാൻ? പെട്ടെന്നായിരുന്നു പ്രതീക്ഷിക്കാത്ത ആ ചോദ്യം എന്നെ തേടി വന്നത്. ഞാൻ ആമ്പാന്തിച്ച് നോക്കിയപ്പോൾ എന്റെ മറുപടിക്ക് വേണ്ടി ശാണ്ടി പിടിക്കുകയാണ് അയാളുടെ മുഖം. നോ, എനിക്ക് താല്പര്യമില്ലായിരുന്നു. ആദ്യം ഒന്ന് പതറിയെങ്കിലും പിന്നീട് ഞാൻ ഉള്ളത് പറയുക തന്നെ ചെയ്തു. തോന്നി. അതിന്റെ എല്ലാ ലക്ഷണങ്ങളും തന്നിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യം ഒരു സംശയമായിരുന്നു. കുറച്ചു ദിവസമായി അതിങ്ങനെ ഉള്ളിൽ കിടന്നലയുന്നു. ഒട്ടും സമാധാനം കിട്ടാതെ ആയതുകൊണ്ടാ ഞാനിപ്പോൾ ചോദിച്ചത്. മാനത്തേക്ക് മിഴികൾ പതിപ്പിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ഞാൻ ഭിത്തിയിലേക്ക് ചാരി നിൽക്കുകയായിരുന്നു. ഈ കാര്യം ഇപ്പോഴെങ്ങനെ ചോദിക്കാൻ തോന്നിയല്ലോ. കല്യാണത്തിന് മുന്നേ ഒരു തവണയെങ്കിലും ശ്രീദേവി ചോദിച്ചിരുന്നുവെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയേനെ. ഞാൻ ഇഷ്ടപ്പെട്ട ആളോടൊപ്പം സുഖമായി സന്തോഷമായി ജീവിച്ചേനെ. പക്ഷേ വിധി എന്നെ തോൽപ്പിച്ചു. എന്റെ അച്ഛയുടെയും അമ്മയുടെയും സന്തോഷത്തിന് വഴങ്ങി ഞാൻ ഏറ്റുവാങ്ങിയ നിങ്ങളുടെ ഈ താലിയാണ് അതിനുദാഹരണം. അയാൾക്ക് മുമ്പിൽ ആദ്യമായി മനസ്സ് തുറന്നതിന്റെ വെപ്രാളവും പതർച്ചയും ഉണ്ടായിരുന്നു എന്നിൽ. ശ്രീദേവ് കണ്ണെടുക്കാതെ എന്നെ നോക്കിക്കൊണ്ടിരുന്നു. ശ്രീദേവിനറിയോ, ഞാൻ ഇതൊന്നുമല്ല ആഗ്രഹിച്ചിരുന്നത്. തന്നെ പോലെ ഒരാളെയുമല്ല, ഇങ്ങനൊരു വീടല്ല, ആളുകളല്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന ഓരോന്നിന്റെയും റേഞ്ച് വളരെ വലുതായിരുന്നു. പക്ഷെ എന്തു ചെയ്യാൻ, എനിക്കിപ്പോൾ ആരോടും ഒരു പരാതിയില്ല. പരാതിപ്പെട്ടിട്ടും കാര്യവുമില്ല. ഒരു ദീർഘനിശ്വാസത്തോടെ ഞാൻ പറഞ്ഞു നിർത്തിയപ്പോൾ ശ്രീദേവ് പടിയിൽ നിന്നും എഴുന്നേറ്റു. എനിക്കൊന്നും അറിയില്ലായിരുന്നു സിമ്രാൻ. ആരും എന്നോടൊന്നും പറഞ്ഞില്ല. താൻ പോലും. നിശ്ചയത്തിന് അന്നെങ്കിൽ പോലും തനിക്ക് എന്നോടെല്ലാം പറയാമായിരുന്നു. അയാളുടെ മുഖത്ത് നിർവികാരത നിറഞ്ഞു. പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞുമാറി പോകുമായിരുന്നോ? ഞാൻ കണ്ണു കുറുകിക്കൊണ്ട് അയാളെ നോക്കി ചോദിച്ചതും ശ്രീദേവ് ഞെട്ടിപ്പോലെ എന്നെ ഒരു നോട്ടം. എനിക്ക് പുച്ഛം തോന്നി. ഇല്ല, ഒരിക്കലുമില്ല. അത്രയും നല്ലൊരു പുളിങ്കൊമ്പല്ലേ കിട്ടിയത്. ഓട്ടോടി ജീവിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് കയറി വരുന്നത് എന്നെ പോലെ ഒരാളാണെന്നറിഞ്ഞാൽ എന്താ പുളിക്കോ? അത് തന്നെ ഇവിടെയും നടന്നു. ശ്രീദേവിനെ അടിപൊളി നോക്കി ഞാൻ ദേഷ്യത്തോട് പറയവേ അയാൾ എന്നോട് മറുപടി പറയാൻ തുനിഞ്ഞു. പക്ഷേ ഞാൻ അതിനു മുന്നേ ആ നീക്കത്തെ കൈ ഉയർത്തി തടഞ്ഞു. പ്ലീസ്, എന്നോടിനൊന്നും ചോദിക്കുകയും വേണ്ട, പറയാൻ വേണ്ട. അങ്ങനെ ഒന്നുമല്ല സിമ്രാൻ എന്ന് പറഞ്ഞ് ഒരു ഇമോഷണൽ ഡ്രാമയാണെങ്കിലും വേണ്ട. എന്റെ മനസ്സ് മാറാനും പോകുന്നില്ല. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടും എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലിക്ക് ഒരു നോട്ടം കൊണ്ടോ സ്പർശനം കൊണ്ടോ ഒരു വിലയും ഞാൻ കൊടുത്തിട്ടില്ല. ഇനി കൊടുക്കാനും പോകുന്നില്ല. എന്നെ വഴിക്ക് വിട്ടേക്ക്. 6 മാസം, അതുവരെ എന്നെ വെറുതെ വിട്ടേക്ക്. ഞാൻ അപേക്ഷയോടെ ശ്രീദേവന്റെ മുന്നിൽ നിന്നു. 6 മാസോ? ഞാൻ അത്രയും പറഞ്ഞതിൽ നിന്ന് അയാൾ അത് മാത്രമായിരിക്കും കേട്ടത്. എനിക്ക് സന്തോഷം തോന്നി ആളത് എടുത്ത് ചോദിച്ചതിൽ. മനസ്സിലായില്ല? ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഒരു ഡിവോഴ്സ് ഫയൽ ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 6 മാസമെങ്കിലും വെയിറ്റ് ചെയ്യണം എന്നാണ് ഞാൻ കേട്ടുള്ളത്. ഉള്ളത് വെട്ടിത്തുറന്ന് പറയാം മിസ്റ്റർ. ഐ വാണ്ട് ഡിവോഴ്സ്. 6 മാസം കഴിഞ്ഞാൽ
ഐ വിൽ മൂവ് ഫോർ ഇറ്റ്. അങ്ങനൊരു കാര്യം മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴൊരു സങ്കോചവും കൂടാതെ ഞാനത് വെട്ടിത്തുറന്ന് പറഞ്ഞത്. ശ്രീദേവ് അപ്പോഴും ഒരു ശില പോലെ നിൽക്കുന്നുണ്ട്. കണ്ണുകൾ ചിമ്മാതെ, ചുണ്ടുകൾ വിറയ്ക്കാതെ, ദയനീയമായൊരു നോട്ടത്തോടെ. ഞാൻ അയാളെ നോക്കി പതിയെ അകത്തേക്ക് കടന്നു. പിന്നിൽ നിൽക്കുന്നവന്റെ മനസ്സ് വേദനിക്കുന്ന അറിയാതെ, മനസ്സിലാകാതെ, മനസ്സിൽ മോശം കിട്ടാതെ അലയുന്ന ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന സമാധാനം വളരെ വലുതാണ്. ശ്രീവേദിനോടെല്ലാം വെളിപ്പെടുത്തിയതിനു ശേഷം ഞാൻ ആ സുഖം അനുഭവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം കേട്ടതിനു ശേഷം ശ്രീദേവിന്റെ അനാവശ്യ സംസാരം കുറഞ്ഞിട്ടുണ്ട്. എന്നല്ലാതെ വലിയ മാറ്റങ്ങൾ ഒന്നും ഞാൻ അയാളിൽ കണ്ടില്ല. എല്ലാം കേട്ടയാൾ നിരാശനാവും എന്ന് വിചാരിച്ച എനിക്കതൊരു തിരിച്ചടി തന്നെയായിരുന്നു. ഇന്നലെ അവര് എഴുന്നേറ്റപ്പോൾ തന്നെ ചങ്ങരൻ വിളിച്ചിരുന്നു. അവൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്, അതും എന്റെ സ്കൂട്ടിയും കൊണ്ട്. അവനോട് അതൊന്ന് കൊണ്ടുവന്ന് തരുമോ എന്ന് ഞാൻ ഒരിക്കൽ ചോദിച്ചിരുന്നു. അവൻ വരുന്നുണ്ടെന്ന് എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ സുജാമയോട് പറഞ്ഞു. ശ്രീദേവിനെയും അച്ഛയും മാർക്കറ്റിൽ പറഞ്ഞു വിട്ട് സ്പെഷ്യലായി എന്തെങ്കിലും വാങ്ങിക്കണ്ടേ. കപ്പയും മീനും ഇറച്ചിയുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. സുജാമ മീൻ നന്നാക്കിയപ്പോൾ അവന് കപ്പ പൊളിച്ചെടുത്തു. കറിക്ക് വേണ്ട ഉള്ളിയും സവാളയും വെളുത്തുള്ളിയും നന്നാക്കി തരുമോ എന്ന് സുജാമ ചോദിച്ചപ്പോൾ ഞാൻ ഒപ്പം കൂടി. ഇവിടെ എന്തായാലും വേറെ പണിയൊന്നും എനിക്കില്ലല്ലോ. ശങ്കരനെ കാണുന്നില്ലല്ലട പൊന്നെ. വഴിയെങ്ങാനും തെറ്റിയോ? വഴിയിലേക്ക് ഇറങ്ങിയെന്ന് റോഡിലേക്ക് എത്തി നോക്കിക്കൊണ്ട് ഞാൻ ലിയോയോട് ചോദിച്ചു. ശങ്കരൻ വരാന്ന് പറഞ്ഞ സമയം കഴിഞ്ഞു. വരുന്ന വഴിക്ക് പെട്ടെന്ന് വീട് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നത്. കൂടെ വാലും കുലുക്കി ലിയോയും പിന്നാലെ വന്നു. കുറച്ചുനേരം കൂടി വെയിറ്റ് ചെയ്ത് നിന്നതും ദൂരെ നിന്നും ആരോ വരുന്നത് പോലെ എനിക്ക് തോന്നി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ശങ്കരനാണ്. ഞാൻ അവനെ നോക്കി കൈവീശി. അപ്പോഴേക്കും അവൻ വണ്ടി പറപ്പിച്ച് എന്റെ അരികിലേക്ക് വരുന്നുണ്ടായിരുന്നു. സ്കൂട്ടി മുറ്റത്തേക്ക് കയറ്റാൻ സൗകര്യത്തിന് ഞാൻ ലിയോയും ഒതുക്കി പിടിച്ച് ഒതുങ്ങിയെന്നു. ഹേ മൈ ഡിയർ സപ്പൂട്ടാ. സ്കൂട്ടി നിർത്തിയിട്ട് ചങ്ങരം വന്നതിനെ പൊക്കിയെടുത്തുകൊണ്ട് കൂവി വിളിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു. ഞാനും ചിരിക്കുകയായിരുന്നു. അത്രയ്ക്ക് പരസ്പരം കാണാതെ ഞങ്ങൾ രണ്ടാളും വിഷമിച്ചിരുന്നു. ഷോ ഡാ മതി, താഴെ ഇറക്കിയേ. തലകിറങ്ങിയതും ഞാൻ അവന്റെ തോൾ അടിച്ചുകൊണ്ട് ബഹളം വെച്ചപ്പോൾ അവൻ താഴെ ഇറക്കി. എന്താടാ ലേറ്റ് ആയത്? ദേ വരുന്നെന്ന് പറഞ്ഞിട്ട് ഇത്ര ലേറ്റ് ആയല്ലോ. ഞാൻ മൊബൈലിലെ ടൈം നോക്കിക്കൊണ്ട് തിരിഞ്ഞപ്പോൾ ശങ്കരൻ ചിരിയോടെ പോക്കിൽ നിന്നും എന്തോ തപ്പി. നോക്കുമ്പോൾ ദേണ്ടേ ടോബ്ലറിന്റെ 2 പാക്കറ്റുകൾ. എന്റെ കണ്ണ് വിടർന്നു. ദേ ഇത് വാങ്ങിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറിയതാ പെണ്ണെ. നിന്റെ ഫേവറേറ്റ് അല്ലേ? അവൻ ആ ചോക്ലേറ്റ് എന്റെ തലക്കിട്ട് ഒരു കൊട്ട് തന്നുകൊണ്ട് പറഞ്ഞു. താങ്ക്സ് ഡാ. അവൻ നീട്ടിയ ചോക്ലേറ്റ് വാങ്ങി സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു നിൽക്കുന്ന നേരത്താണ് അകത്തു നിന്നും ശ്രീദേവും മുണ്ടും മടക്കി ഉടുത്തുകൊണ്ട് വന്നത്. അങ്ങനെ കണ്ടതും ശങ്കരൻ അങ്ങോട്ടേക്ക് നീങ്ങി. വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയോ? ഞാൻ സിമ്രോനോട് പറഞ്ഞതാ കവലയിൽ വന്ന് തന്നെ ഓട്ടോയിൽ കൂട്ടിക്കൊണ്ടുവരാമെന്ന്. പിന്നെ അറിഞ്ഞ് കൂടെ വണ്ടിയും ഉണ്ടെന്ന്. ശങ്കരന്റെ തോളിൽ തട്ടിയാണ് ശ്രീദേവ് സംസാരിക്കുന്നത്. അതൊന്നും സാരമില്ല ചേട്ടാ, വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അവനും തിരികെ ചിരിയോടെ തന്നെയാണ് മറുപടി പറഞ്ഞത്. എന്തായാലും അകത്തേക്ക് കയറി. ശങ്കരനെയും വിളിച്ച് ശ്രീദേവ് അകത്തേക്ക് കയറിപ്പോയപ്പോൾ ഞാനും അവർക്ക് പിന്നാലെ കൂടി. അച്ഛനും സുജാമയും ശ്രീദേവും സ്നേഹത്തോടെ തന്നെയാണ് ശങ്കരനെ സ്വീകരിച്ചതും മറ്റും. ശ്രീദേവ് തന്നെയായിരുന്നു കൂടുതൽ വായാടി. ഒരു ഫുൾ സ്റ്റോപ്പില്ല പുള്ളിക്ക്. പക്ഷെ ശങ്കരന്റെ മുഖത്ത് യാതൊരു അസ്വസ്ഥതയും എനിക്ക് തോന്നിയില്ല. അവൻ കൂളായി ഞാൻ കൊടുത്ത സ്കോഷും കുടിച്ച് അവരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവന്റെ നോട്ടം മറ്റെങ്ങോ നീങ്ങുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവിടേക്ക് നോക്കിയപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടി. അനുവിനെയാണ്. അവളാണെങ്കിൽ അത് ശ്രദ്ധിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നി. ഉച്ചയ്ക്ക് ചോറും ചിക്കനും ഒക്കെയായി കുശാലായി ശങ്കരനെ. ഒപ്പം സുജാമയുടെ കൈപുണ്യത്തെക്കുറിച്ച് പുകഴ്ത്തി പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവന്റെ പെരുമാറ്റം പാരയായത് എനിക്കായിരുന്നു.
വന്ന് ഇത്ര നേരമായിട്ട് എനിക്ക് അവനെ ഒറ്റയ്ക്ക് കിട്ടിയിട്ട് പോലുമില്ല. വൈകുന്നേരം വരെ അതേ അവസ്ഥ. ഒരമ്മ പെറ്റ അളിയന്മാരെ പോലെ ശ്രീദേവും ശങ്കർ, അവർക്ക് പിറകെ ബോബനും മോളിലെ പട്ടിയെ പോലെ ഞാനും. കേട്ടോ ശിവ, വീടിന്റെ പുറകിൽ ചെറുതല്ലാത്തൊരു പറമ്പുണ്ട് ഞങ്ങൾക്ക്. ചെറിയ രീതിയിൽ കൃഷിയും അവിടെ മാവും കശുമാവും ഒക്കെ ഉണ്ട്. നമുക്കൊന്ന് പോയാലോ? സിറ്റ് ഔട്ടിൽ ഫോണിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ ചോദ്യം കേട്ടത്. നോക്കുമ്പോൾ ദേ വരുന്നുണ്ട് രണ്ടും കൂടി. അതിനെന്താ ശ്രീയേട്ടാ, ഇറങ്ങാം. മറുപടി പറയാലും ശങ്കരൻ ആവേശത്തോടെ മുറ്റത്തേക്ക് ഇറങ്ങി. കൂടെ ശ്രീദേവും. എന്റെ മോന്ത ചക്ക പോലെയായി. ഞാനെന്ന മനുഷ്യജീവി മൈൻഡ് പോലും ചെയ്യാതെയാണ് രണ്ടിന്റെയും പോക്ക്. ഞാനും ഉണ്ട്. എനിക്കും വരണം, എനിക്കും കാണണം. പെട്ടെന്ന് ചെയറിൽ നിന്നും ചാടി നിവർന്ന് ഞാനും വിളിച്ചു പറഞ്ഞു. ആണുങ്ങൾ എവിടെയെങ്കിലും പോകാൻ നിന്ന അപ്പോ പെണ്ണുങ്ങൾക്ക് തൊള്ളണം. നിന്നെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടിട്ട് നീ ഇതുവരെ ഇവിടത്തെ പറമ്പ് കണ്ടില്ലേ? ശങ്കരൻ ചോദ്യഭാവത്തിൽ എന്നെ നോക്കി. അവന്റെ മട്ടും ഭാവം കണ്ട് എന്റെ കിളി പോയി. ഇതിപ്പോ ഇവൻ എന്റെ ഫ്രണ്ടാണോ അത് അയാളുടെയോ? കള്ളക്കാവർക്കി. ഞാൻ അവനെ നോക്കി മുഖം വീർപ്പിച്ചതും എന്റെ ഭർത്താവ് എന്ന് പറയുന്നവൻ അവിടെ നിന്നും കിണിക്കുന്നു. സിമ്രാൻ വാ. അയാൾ എന്നെ കൈ കാണിച്ച് വിളിച്ചു. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി ചെരുപ്പിട്ട് അവർക്കൊപ്പം നടന്നു. സത്യം പറഞ്ഞ ഈ വീട്ടിലേക്ക് വന്നിട്ട് ഇതിന്റെ ചുറ്റുപാടുകൾ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ശ്രീദേവ് പറഞ്ഞ പറമ്പിൽ ഞങ്ങൾ എത്തി. പക്ഷെ അകത്തേക്ക് കടക്കണമെങ്കിൽ ഒരു വേലി ചാടിക്കിടക്കണം. അവർ രണ്ടുപേരും സിമ്പിളായി അത് കടന്നു. ഞാൻ എന്നെ തന്നെ നോക്കി. ലോങ് സ്കർട്ടും ടോപ്പുമാണ് എന്റെ വേഷം. ഇതിട്ട് ഞാനെങ്ങനെ ഇത് ചാടിപ്പോകുന്നേ? എന്തു പറ്റിയടി? എന്നെ ദയനീയ നോട്ടം കണ്ടിട്ടാണെന്ന് തോന്നുന്നു ശങ്കരൻ ചോദിച്ചത്. അത് എനിക്കിത് ചാടിക്കടന്ന് വരാൻ വയ്യ. നിങ്ങൾ പൊക്കോ, ഞാൻ വരുന്നില്ല. ഞാൻ നിഷേധത്തിൽ തലയാട്ടി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞടന്നു. അല്ലാതെ എന്ത് ചെയ്യാൻ? പാവാടയും പൊക്കി പിടിച്ച് ചാടാൻ പറ്റുമോ? സിമ്രാൻ രണ്ടടി മുന്നോട്ടിലേക്ക് വച്ചില്ല. അതിനു മുന്നേ ആ വിളി എന്റെ കാതിൽ മുഴങ്ങി. ശ്രീദേവിന്റെ വിളി. ഞാൻ സ്റ്റക്കായി പോയെന്ന് തന്നെ പറയാം. അയാളുടെ വിളി കേൾക്കുമ്പോൾ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെയാണ്. അതുപോലെയാണ് അയാളുടെ സ്വരവും വിളിയും. ഒരു കാറ്റ് പോലെ വന്ന് പ്രകമ്പനം കൊള്ളിക്കുന്നവ. ഞാൻ വിളി കേട്ട് തിരിഞ്ഞു നോക്കി. ഇങ്ങ് വന്നേ. ശ്രീദേവ് എന്നെ കൈയാട്ടി വിളിച്ചു. മടിച്ചെങ്കിലും ശങ്കരൻ നിൽക്കുന്നതുകൊണ്ട് ഞാൻ അടുത്തേക്ക് ചെന്നു. ഇപ്പൊ വേലിക്ക് ഇരുവശവുമായി ഞങ്ങൾ നിൽക്കുന്നത്. പെട്ടെന്നാണ് ശ്രീദേവ് അയാളുടെ ഇരു കൈകൾ കൊണ്ട് എന്നെ ഇടുപ്പിൽ പിടിച്ച് പൊക്കിയെടുത്തത്. എന്റെ കണ്ണുകൾ രണ്ടും പുറത്തേക്കുന്തി. അത് അയാളുടെ പ്രവൃത്തിയേക്കാൾ കൂടുതൽ ആ വിരലുകൾ എന്റെ ഇടുപ്പിൽ പതിഞ്ഞതുകൊണ്ടായിരുന്നു. ആ വിരലുകളുടെ സ്പർശനം എന്നെ ഇക്ലിപ്പെടുത്തി. ഒപ്പം നേരിയ നോവും. ഞാൻ അപ്പോഴേക്കും പേടിയോടെ അയാളുടെ തോളിൽ കൈവച്ചിരുന്നു. എന്നെ എടുത്ത് പൊക്കിയിട്ട് ഒരുപാട് നേരമായി. പക്ഷെ എന്റെ കാലുകൾ ഭൂമിയിൽ ഉറച്ചിട്ടില്ല. അതിനെ സമ്മതിക്കാൻ വിടാതെ പിടിച്ചിരിക്കുകയാണ് അയാൾ എന്നെ. എന്റെ ഭാരം എന്തുമാത്രമാണെന്ന് എനിക്കറിയാം. ശ്രീദേവനെ കണ്ടാൽ ഇച്ചിരി ക്ഷീണവും തോന്നിക്കും. ആ ആളെങ്ങനെ എന്നെ ഇത്രയും നേരം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് എന്നോർത്ത് ഞാൻ അത്ഭുതപ്പെടാതിരുന്നില്ല. പക്ഷേ അയാളെ തടയാൻ എനിക്കുമാവുന്നില്ലായിരുന്നു. നാവുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞാൻ അയാൾക്ക് മുന്നിൽ അടിമയായി നിന്നു. ശ്രീദേവിന്റെ മിഴികൾ എന്നെ കൊത്തി വലിക്കുന്ന പോലെ എനിക്ക് തോന്നി. അവ എന്നോട് എന്തൊക്കെയോ സംസാരിക്കുന്ന പോലെ. ശ്രീദേവ്, എന്നെ താഴെ ഇറക്ക്. ഈ നിൽപ്പ് ഇനിയും വയ്യെന്ന് തോന്നിയപ്പോൾ ഞാൻ പതിഞ്ഞ സ്വരത്തിൽ അയാളോട് പറഞ്ഞു. അത് കേട്ടതിനാലാവണം അരയിലെ പിടുത്തം മെല്ലെ അഴിയുന്നുണ്ടായിരുന്നു. പതിയെ ശ്രീദേവിന്റെ നെഞ്ചിലൂടെ ഊർന്ന് നിലം തൊടുമ്പോൾ എനിക്ക് പോലും മനസ്സിലായില്ല കഴിഞ്ഞുപോയ നിമിഷങ്ങളിൽ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന്.